ഹലോ, ഷിജിയാണ് കേട്ടോ. കൊലുസിൻ കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ചാനൽ പുതിയതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇഷ്ടമായ ഒരു സപ്പോർട്ട് തരാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ നമ്മുടെയൊക്കെ വീടുകളിൽ ഒരുപാട് തരം ചെടികളുണ്ട്. ഇലച്ചെടികളുണ്ട്, പൂച്ചെടികളുണ്ട്, അതേപോലെ ക്രീപ്പേഴ്സുകളുണ്ട്, അങ്ങനെ ഒരുപാട് തരം ചെടികളുണ്ട് നമ്മുടെയൊക്കെ വീടുകളിൽ. എന്നാൽ നമ്മൾ വാട്ടർ പ്ലാന്റ്സുകളെ കുറിച്ച് കേട്ടിട്ടില്ലേ? വാട്ടർ പ്ലാന്റ്സുകളെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ ആദ്യം നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന നല്ല ഇതളുകളൊക്കെ വിടർത്തി നിൽക്കുന്ന താമരയോ ആമ്പലോ ഒക്കെ ആയിരിക്കും. എന്നാൽ ഈ പൂക്കൾ ഒന്നും തരാതെ അതിമനോഹരമായ ഇലകൾ കൊണ്ട് എല്ലാവരുടെയും ശ്രദ്ധ പിടിച്ചു പറ്റാൻ പറ്റുന്ന ഒരു ചെടിയെക്കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ പറയുന്നത്. മറ്റൊന്നുമല്ല, ഒരു അതിമനോഹരമായ കൊളോക്കേഷ്യ, അതായത് കൊളോക്കേഷ്യ വൈറ്റ് ലാവ. ആ പ്ലാന്റിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇഷ്ടമായ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട. അരോയിഡ് പ്ലാന്റ്സ് അഥവാ ട്രോപ്പിക്കൽ പ്ലാന്റ്സുകൾ ഇഷ്ടപ്പെടുന്നവർ ഒത്തിരി പേരുണ്ടാവും. എനിക്ക് ട്രോപ്പിക്കൽ പ്ലാന്റ്സ് ഒത്തിരി ഇഷ്ടമാണ്. അതായത് നമ്മുടെ വീട്ടിലെ ഗാർഡനിലൊക്കെ തന്നെ ആ ഒരു ഫോറസ്റ്റിന്റെ ഒരു ഫീലൊക്കെ തരാൻ ഈ അരോയിഡ് പ്ലാന്റ്സുകൾ അഥവാ ട്രോപ്പിക്കൽ പ്ലാന്റ്സുകൾക്ക് സാധിക്കും. മാത്രമല്ല ഈ പ്ലാന്റ്സിന് നമുക്ക് പ്രത്യേകിച്ച് കെയറിങ്ങിന്റെ ഒന്നും തന്നെ ആവശ്യമില്ല. വളരെ സിമ്പിളായി നമുക്ക് വളർത്താൻ പറ്റുന്ന ചെടികളാണ് ഈ ട്രോപ്പിക്കൽ പ്ലാന്റ്സുകൾ. അപ്പോൾ ഈ ട്രോപ്പിക്കൽ പ്ലാന്റ്സിൽ പെട്ടതാണ് നമ്മുടെ ഈ കൊളോക്കേഷ്യ എന്ന് പറയുന്ന ഈ ഒരു പ്ലാന്റ്. ചെടികളെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് അറിയാവുന്ന ഒരാൾക്കാണെങ്കിൽ എന്താണ് കൊളോക്കേഷ്യ, എന്താണ് അലോക്കേഷ്യ, എന്താണ് കലേഡിയം എന്നൊക്കെ അറിയാൻ പറ്റും. എന്നാൽ ഇതൊന്നും തന്നെ അറിയാത്ത ഒരാൾക്കാണെങ്കിൽ ഇതെല്ലാം തന്നെ ചേമ്പ് ചെടിയാണ്. അപ്പോൾ ചേമ്പുകൾ തന്നെ പലതരം ഉണ്ടെന്ന് പറഞ്ഞ് മുട്ടച്ചേമ്പ്, ചീമച്ചേമ്പ്, കരിഞ്ചേമ്പ്, അതേപോലെ ചീരച്ചേമ്പ് എന്ന് വേണ്ട അങ്ങനെ ഒത്തിരി ചേമ്പുകളുണ്ട്. ഇനി അതൊന്നും നോക്കാതെ നമ്മൾ നമ്മുടെ പാടത്തും വയലിലും ഒക്കെ നോക്കുകയാണെങ്കിൽ അവിടെയൊക്കെ നമ്മൾ ഒരു തരം ഫുള്ളായിട്ടും പച്ച കളറിലുള്ള ഒരു ചേമ്പ് കാണാറുണ്ട്. അതും നമ്മുടെ കൊളോക്കേഷ്യ ഫാമിലിയിൽപ്പെട്ട പ്ലാന്റ് തന്നെയാണ്. പക്ഷേ നമ്മൾ റേറ്റൊക്കെ കൊടുത്ത് വാങ്ങി അതിമനോഹരമായ ഇലകൾ കൊണ്ട് നല്ല ഒരു ഭംഗി തന്നെ തീർക്കുന്ന ഒരു തരം ചെടികളാണ് ഈ കലേഡിയവും കൊളോക്കേഷ്യയും അലോക്കേഷ്യയും ഒക്കെ. പക്ഷേ ഇത് തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ പറയുന്നത് വൈറ്റ് ലാവ കൊളോക്കേഷ്യയെ കുറിച്ചാണ്. കൊളോക്കേഷ്യ എസ്കുലൻഡ വൈറ്റ് ലാവ എന്നാണ് ഈ ഒരു പ്ലാന്റിന്റെ സയന്റിഫിക് ആയിട്ടുള്ള നെയിം. ഈ ഒരു പ്ലാന്റിന്റെ ഫാമിലി എന്ന് പറയുന്ന അരേസിയ ഫാമിലിയിൽപ്പെട്ടതാണ്. അപ്പോൾ ഈ പ്ലാന്റിനെ നമുക്കൊന്ന് കണ്ടാലോ? അപ്പോഴേ ഇതാണ് നമ്മുടെ അതിമനോഹരമായ കൊളോക്കേഷ്യ വൈറ്റ് ലാവ എന്നുള്ള ഒരു പ്ലാന്റ്. കണ്ടില്ലേ, നല്ല ഭംഗിയും നല്ലൊരു ഗ്ലോസി ഫിനിഷോടുകൂടി ഹാർട്ട് ഷേപ്പിലുള്ള പ്ലാന്റാണ് ഈ ഒരു വൈറ്റ് ലാവ എന്ന് പറയുന്നത്. വൈറ്റ് ലാവ എന്ന പേര് കിട്ടാൻ കാരണം ഇത് ഈ ഒരു വൈറ്റ് ഇതുപോലെ ലാവ സ്പ്രെഡ് ആവുന്നത് പോലെ ഈ ലീഫിന്റെ ചുറ്റിനുമായിട്ട് ഇങ്ങനെ സ്പ്രെഡ് ആവുന്നത് കൊണ്ടാണ് ഇതിന് വൈറ്റ് ലാവ എന്ന് പേരുള്ളത്. അപ്പോൾ ഇതിൻ്റെ ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിലും അതുപോലെ നമുക്ക് ആ ഒരു വെയിനേഷൻ കാണാൻ സാധിക്കും. കണ്ടില്ലേ, നല്ല ഭംഗിയിൽ ഈ ഒരു ചെടി നിൽക്കുന്നത് കാണാം. അപ്പോൾ ഇത് പെട്ടെന്ന് നമ്മൾ ഒത്തിരി ചെടികളുടെ കൂട്ടത്തിൽ നിന്നാലും ഈ ഒരു ലീഫിൻ്റെ ഭംഗി പെട്ടെന്ന് നമ്മളെ എല്ലാവരെയും ആകർഷിക്കും. കണ്ടില്ലേ, അത്ര നല്ല ഭംഗിയുള്ള ഈ ഒരു പ്ലാന്റിനെ നമുക്ക് മണ്ണിലും നടാം. എന്നാൽ ഈ പ്ലാന്റ് കൂടുതലായിട്ട് നല്ല ഹെൽത്തി ആയിട്ട് വലിയ ഇലകളോടുകൂടി വളരണമെങ്കിൽ ഇതിനെ നമ്മളൊരു ചതുപ്പ് കൺസിസ്റ്റൻസി കൊടുക്കുകയാണെങ്കിൽ ഇത് നന്നായിട്ട് വലിയ ഇലകളോടുകൂടി വളർന്നു വരും. കണ്ടില്ലേ, ഓരോ ലീഫും തന്നെ എത്രത്തോളം വലുതാണെന്ന് നമുക്ക് ഈ ഒരു വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ നമ്മൾ എത്രത്തോളം വലിയ പോട്ട് കൊടുക്കുന്നോ അത്രത്തോളം വലിയ ലീഫുകളായിരിക്കും ഇതിൽ ഉണ്ടാകുന്നത്. നമ്മൾ കുഞ്ഞു പോട്ടാണ് കൊടുക്കുന്നതെങ്കിൽ അതിലുണ്ടാകുന്ന ഇലകളും വളരെ ചെറുതായിരിക്കും. സൗത്ത് ഈസ്റ്റ് ഏഷ്യയാണ് ഈ ഒരു പ്ലാന്റിന്റെ ജന്മദേശം എങ്കിലും ഇന്തോനേഷ്യയിലും തായ്ലൻഡിലും ഒക്കെയാണ് ഈ ഒരു പ്ലാന്റിനെ കൂടുതലായിട്ടും സംരക്ഷിച്ചു വരുന്നത്. ഒത്തിരി വെറൈറ്റികളിൽ നമുക്ക് കൊളോക്കേഷ്യ അവൈലബിൾ ആണ്. ഇതിപ്പോൾ അത്യാവശ്യം മെച്ചറായിട്ടുള്ള ഒരു പ്ലാന്റ് ആണ്. അപ്പോൾ ഇത് മെച്ചർ ആവുന്നതിനനുസരിച്ച് ഈ വൈറ്റ് കളറിലുള്ള ഈ ലൈൻസിലോട്ട് ഒരു പിങ്ക് കളറും കൂടെ നന്നായിട്ട് കയറി വരും. അപ്പോൾ ഇത് അത്യാവശ്യം മെച്ചറായിട്ടുള്ള പ്ലാന്റ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ മെച്ചർ ആകുമ്പോൾ മാത്രമേ ഇതുപോലെ ഈ ഒരു പിങ്കിഷ് കളറും കൂടെ ഈ ഒരു ലൈൻസിലോട്ട് കയറി വരികയുള്ളൂ. ഇതിൻ്റെ പുതുതായി ഉണ്ടായ ഒരു ലീഫാണ്. അപ്പോൾ പുതുതായി ഉണ്ടാകുന്ന ലീഫുകളിൽ ഈ വെയിൻസിലൊന്നും തന്നെ ഈ ഒരു വൈറ്റ് കളർ ഉണ്ടാകില്ല. നന്നായിട്ട് മെച്ചറായതിനു ശേഷം മാത്രമേ ഇതിലോട്ട് ഈ ഒരു വൈറ്റ് പാറ്റേൺ ഈ ഒരു വെയിനേഷൻസിലോട്ടെല്ലാം കയറി വരികയുള്ളൂ. കണ്ടില്ലേ? അപ്പോൾ ഇതുപോലെ നല്ല ഒരു ഗ്ലോസിനെസ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് നല്ലൊരു പോട്ടി മിക്സിൽ വേണം ഈ ഒരു പ്ലാന്റ് നട്ടുകൊടുക്കാൻ. അതായത് നമ്മൾ താമരയൊക്കെ നടുന്നത് തന്നെ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, ഇതിലോട്ട് കരിയിലയും അതേപോലെ ഉണങ്ങിയ ചാണകപ്പൊടിയും എല്ലുപൊടിയും കൂടെ മിക്സ് ചെയ്ത് നമ്മളൊരു ഫസ്റ്റ് ലെയർ ഇട്ട് കൊടുക്കണം. ഇട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് സാധാ മണ്ണും കൂടി ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ട് പ്ലാന്റ് അതിൽ നട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഈ ഒരു പ്ലാന്റ് ആ ഇലയൊക്കെ ഒന്ന് അഴുകി ആ ചാണകമൊക്കെ ആ വെള്ളത്തിലോട്ട് തേച്ച് കഴിയുമ്പോൾ ഇതുപോലെ വലിയ ലീഫുകളൊക്കെ ആയിട്ട് വരും. അപ്പോൾ ഇതിൽ
നിറയെ ഇപ്പോൾ നിറയെ തൈകൾ ഉണ്ടായിട്ടുണ്ട്. 1 2 3 4 5 തൈകളോളം ഈ ഒരു പ്ലാന്റിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുണ്ടാവാൻ വേണ്ടിയിട്ട് നമ്മൾ മാസത്തിൽ ഒരിക്കലോ മറ്റോ ഇതിലോട്ട് ഉണങ്ങിയ ചാണകപ്പൊടി ഇട്ട് കൊടുക്കണം. പിന്നെ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ NPK, സാധാരണ നമ്മൾ ചെടികൾക്കൊക്കെ കൊടുക്കുന്ന വളമായിട്ടുള്ള NPK ഒരു ടിഷ്യൂവിൽ കുറച്ച് പൊതിഞ്ഞതിന് ശേഷം ഇതിൻ്റെ ഈ മണ്ണിലായിട്ട് നമ്മൾ ഒന്ന് കുഴിച്ച് വെച്ച് കൊടുക്കുകയാണെങ്കിൽ കുറേശ്ശെ ഈ ഒരു പ്ലാന്റിനെ വലിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ വലിയ ലീഫുകളോടുകൂടി ഹെൽത്തി ആയിട്ട് ഈ ഒരു പ്ലാന്റ് വളർന്നു വരും. ഫസ്റ്റ് നമ്മൾ കാണുമ്പോൾ എല്ലാം കുഞ്ഞ് സാധാ നമ്മുടെ പറമ്പിലൊക്കെ കാണുന്ന കുഞ്ഞൊരു ചേമ്പിനെ പോലെ ആയിരിക്കും ഇതിൻ്റെ ലീഫുകളൊക്കെ കാണുന്നത്. പിന്നെ ആയിരിക്കും ഇതിൻ്റെ ഈ കറക്റ്റ് വിനേഷൻസ് ഒക്കെ വരുന്നത്. ഇതിൻ്റെ പെറ്റ്യൂൾസ് എന്ന് പറയുന്നത് ഇതുപോലെ നല്ല ലെന്തുള്ളതാണ് ഇതിൻ്റെ പെറ്റ്യൂളുകൾ. പെറ്റ്യൂൾ ഒരു ബ്രൗൺ കളറിലാണ് ഇതിൻ്റെ പെറ്റ്യൂൾ കാണപ്പെടുന്നത്. ഇനി ഇതിലും വലിയ പോട്ടിലാണ് നമ്മൾ നട്ടു കൊടുക്കുന്നതെങ്കിൽ ഇതിലും വലിയ ലീഫോട് കൂടിയായിരിക്കും ഈ ഒരു പ്ലാന്റ് വരുന്നത്. അത്യാവശ്യം നല്ല ഹൈറ്റിൽ ഈ ഒരു പ്ലാന്റിൻ്റെ പെറ്റ്യൂൾസ് നീണ്ടു പോയിട്ട് വലിയ ലീഫോട് കൂടി വരികയും ചെയ്യും. ഇനി ചിലർ പറയും നമ്മൾ ഇതുപോലെ വെള്ളത്തിലൊക്കെ നട്ടു കൊടുക്കുകയാണെങ്കിൽ നിറയെ കൊതു ഉണ്ടാകുമെന്ന്. അപ്പോൾ വെള്ളത്തിൽ എന്തായാലും കൊതു ഉണ്ടാകും. അപ്പോൾ അതുണ്ടാകാതിരിക്കാൻ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇതിൻ്റെ വെള്ളം മാറ്റി കൊടുക്കാം. പിന്നെ ഇതിലോട്ട് നമുക്ക് ഗപ്പിയെയോ ഒക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ കൊതുകുണ്ടാകുന്നത് നമുക്ക് കുറേയൊക്കെ തടയാൻ പറ്റും. പിന്നെ ഇതിൻ്റെ ലൈറ്റിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് അത്യാവശ്യം ഹീറ്റ് ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാന്റാണ്. അപ്പോൾ നേരിട്ടുള്ള ഡയറക്റ്റ് സൺലൈറ്റ് അല്ലാതെ നല്ലൊരു ബ്രൈറ്റ് ലൈറ്റ് വേണം ഈ ഒരു പ്ലാന്റിന്. ഇതുപോലെ നല്ല വിനേഷൻസ് ഒക്കെ തെളിഞ്ഞ് നല്ല ഭംഗിയിൽ വളരാൻ വേണ്ടി. അപ്പോൾ നമ്മൾ ഷെയ്ഡഡ് ഏരിയയിലൊന്നും ഈ ഒരു പ്ലാന്റ് വെക്കേണ്ട. അത്യാവശ്യം ബ്രൈറ്റ് ലൈറ്റ് കിട്ടുന്ന ഒരു ഭാഗം നോക്കി വേണം നമ്മൾ ഈ ഒരു പ്ലാന്റിനെ വെച്ച് കൊടുക്കാൻ. അപ്പോൾ ഇതിൽ നിന്ന് ഇങ്ങനെ തൈകൾ ഉണ്ടാകുകയാണെങ്കിൽ നമ്മൾ അതിനെ സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കണം. ഇല്ലെങ്കിൽ പെട്ടെന്ന് ഇതിൻ്റെ ഇലയൊക്കെ ചെറുതായി പിന്നെ വരുന്ന ഇലകളൊക്കെ ചെറുതായി വരും. അപ്പോൾ ഇതിൻ്റെ തൈകൾ ഉണ്ടാകുന്നതനുസരിച്ച് നമ്മൾ ഈ പ്ലാന്റിനെ ഇതിൽ നിന്ന് മാറ്റി കൊടുക്കണം. അപ്പോൾ ഇതുപോലെ വലിയ ലീഫോട് കൂടി തന്നെ പുതിയ ലീഫുകൾ വരികയും ചെയ്യും. പറഞ്ഞു ഇന്തോനേഷ്യ, തായ്ലൻഡ് മുതലായ സ്ഥലങ്ങളിലൊക്കെയാണ് ഇതുപോലത്തെ കൊളോക്കേഷ്യയൊക്കെ കൂടുതലായിട്ടും സംരക്ഷിച്ച് വരുന്നത്. എന്നാൽ നമ്മുടെ കേരളത്തിൻ്റെ കാലാവസ്ഥയ്ക്ക് വളരെ ഭംഗിയായും ഹെൽത്തി ആയിട്ടും വളരാൻ പറ്റുന്ന പ്ലാന്റുകൾ തന്നെയാണ് നമ്മുടെ ഈ ഒരു കൊളോക്കേഷ്യ. ഈ ഒരു കൊളോക്കേഷ്യ മാത്രമല്ല, ഏത് കൊളോക്കേഷ്യയ്ക്കും നമ്മുടെ കേരളത്തിലെ ക്ലൈമറ്റിന് വളരെ ഭംഗിയിൽ ഹെൽത്തി ആയിട്ട് വളരാൻ കഴിയും. അപ്പോൾ പുതിയ ലീഫ് ഇവിടെ നിന്ന് ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ ഇത് വരുമ്പോൾ ഇത്രയും സൈസ് കാണില്ല, കുറച്ചുകൂടെ ചെറുതായിരിക്കും. പിന്നെ അത് നിന്ന് കുറച്ച് അത്യാവശ്യം വലിയ സൈസിലോട്ട് വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ കൊളോക്കേഷ്യയും അലോക്കേഷ്യയും കലേഡിയം ഒന്നും തന്നെ തിരിച്ചറിയാൻ പറ്റാത്ത വിചാരിക്കും ഇതെല്ലാം കാട്ടുചേമ്പായിരിക്കുമെന്ന്. അപ്പോൾ ഇതൊന്നും തന്നെ കാട്ടുചേമ്പല്ല. അപ്പോൾ ഇതൊക്കെ കാശ് കൊടുത്ത് വാങ്ങി നടുന്നതാണ്. അത്യാവശ്യം നല്ല റേറ്റൊക്കെ ഉള്ള പ്ലാന്റ്സുകളാണ് ഈ കൊളോക്കേഷ്യയിലൊക്കെ പെടുന്ന പ്ലാന്റ്സുകൾ. അപ്പോൾ ഈ കൊളോക്കേഷ്യ, അലോക്കേഷ്യ, കലേഡിയം ഇതെല്ലാം തന്നെ ചേമ്പിൻ്റെ സെയിം ഫാമിലിയിൽപ്പെട്ട പ്ലാന്റ് തന്നെയാണ്. കൊളോക്കേഷ്യ എന്ന് പറയുമ്പോൾ അത് നമ്മൾ പറഞ്ഞു ഹെൽത്തി ആയിട്ട് വളരാൻ പറ്റിയത് ഇതുപോലത്തെ ഒരു ചതുപ്പ് കൺസിസ്റ്റൻസിയിലാണ് ഈ ഒരു പ്ലാന്റ് ഹെൽത്തി ആയിട്ട് വളരുന്നത്. അലോക്കേഷ്യ ആണെങ്കിൽ നമുക്കതിനെ മണ്ണിൽ നട്ടു കൊടുക്കാം. അതായത് നല്ലൊരു പോട്ടി മിക്സൊക്കെ കൊടുത്ത് നമുക്ക് അലോക്കേഷ്യയും കലേഡിയവും നമുക്ക് മണ്ണിൽ നട്ടു കൊടുക്കാം. നമ്മൾ നടുന്ന പോട്ടിൻ്റെ വലുപ്പത്തിനനുസരിച്ച് ഇതൊരു ജൈൻറ്റ് രീതിയിലോട്ട് വളരും. അതായത് വലിയ പോട്ടുകളിലാണ് നടുന്നതെങ്കിൽ വലിയ പെറ്റ്യൂൾസും വലിയ ലീഫുകളുമായിരിക്കും ഈ ഒരു പ്ലാന്റിന് വരുന്നത്. അപ്പോൾ ഈ ഒരു കൊളോക്കേഷ്യ മാത്രമല്ല, ഏതൊരു കൊളോക്കേഷ്യയും നമ്മൾ ഇതുപോലെ നട്ടു കൊടുക്കാവുന്നതാണ്. പിന്നെ മാസത്തിലൊരിക്കലും നമുക്ക് കുറച്ച് ചാണകപ്പൊടി ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ NPK ടിഷ്യൂവിൽ പൊതിഞ്ഞ് ഈ മണ്ണിലാക്കി കുഴിച്ച് വെച്ച് കൊടുക്കാം. അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഹെൽത്തി ആയിട്ട് വളർന്നു വരും. പ്രത്യേകിച്ച് വളരെ കീടങ്ങളുടെ ഒന്നും തന്നെ ശല്യം ഈ ഒരു പ്ലാന്റിൽ ഉണ്ടാകാറില്ല. പിന്നെ കുഞ്ഞു ചെറിയ പ്രാണികൾ ചിലപ്പോൾ ഇതിൻ്റെ ലീഫുകളൊക്കെ തിന്നുന്നുണ്ടോ എന്ന് ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് നോക്കിയാൽ മതി. അപ്പോൾ ഈ ഒരു മനോഹരമായ വൈറ്റ് ലാവയെ കുറിച്ചുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ നിങ്ങളുടെ പ്ലാന്റ് ലവേഴ്സ് ആയിട്ടുള്ള ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്യാനും മറക്കണ്ട. അപ്പോൾ ഇതിലും മനോഹരമായ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരേക്കും ബൈ ഫ്രം CBS. താങ്ക് യു ഫോർ വാച്ചിങ്.